വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അധികം ആളുകളും ചെയ്യുന്ന കാര്യമാണ്. ബാക്കപ്പ് ചെയ്യുന്നത് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളത് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുന്നത്, ബാക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സെറ്റിങ്സുകൾ എന്തൊക്കെയാണ്, ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജ് എങ്ങനെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാമെന്നുള്ളതൊക്കെ വിശദമായിട്ട് ആ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ ആ വീഡിയോയുടെ ലിങ്ക് വെക്കുന്നതാണ്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജുകൾ പലപ്പോഴും നമുക്ക് ഭയപ്പെടുന്ന കാര്യമാണ്. നമുക്കറിയാൻ സാധിക്കും, കാമുകന്മാരുമായി ചാറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വീട്ടുകാരറിയാതെ മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവും അറിയാതെ ചാറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ, ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകൾ റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ള പേടിയുള്ള പല സുഹൃത്തുക്കളും. എനിക്കറിയാം കുറേ സുഹൃത്തുക്കളൊക്കെ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ വാട്സപ്പ് മെസ്സേജുകൾ ആരെങ്കിലും ബാക്കപ്പ് ചെയ്തെടുക്കുമോ എന്നുള്ള ഭയം എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് ബാക്കപ്പിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, അതായത് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജ് മറ്റൊരാൾക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്തൊക്കെ മാർഗങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്കറിയാൻ സാധിക്കും, നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഇതുപോലൊരു ഫീച്ചറാണ് കാണാൻ സാധിക്കുക. ബാക്കപ്പ് സെറ്റിങ്സുകൾ എന്തൊക്കെയാണ് നോക്കാം. നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയതാണ്, എന്നാൽ ഒരിക്കൽ കൂടി നമുക്ക് പരിചയപ്പെടാം. വാട്സപ്പിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കഴിഞ്ഞാൽ സാധാരണ ഇവിടെ നെവർ എന്നുള്ള ഓപ്ഷൻസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ നെവർ എന്നുള്ളത് നമ്മൾ നെവറിൽ കാണുന്ന സമയത്ത് നമ്മൾ ഈ ബാക്കപ്പ് എന്ന ഈ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കപ്പ് നടക്കുകയുള്ളൂ. അതാണ് നെവർ. അതുപോലെ രണ്ടാമതായിട്ട് ഓൺലി വെൻ ഐ ടാപ്പ് ബാക്കപ്പ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാനുവലായിട്ട് നമ്മൾ തന്നെ ക്ലിക്ക് ചെയ്ത് ബാക്കപ്പ് ചെയ്യുന്നതാണ്. മൂന്നാമതായിട്ട് ഡെയിലി എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നാലാമതായിട്ട് വീക്കിലി, അഞ്ചാമതായിട്ട് നമുക്ക് മന്ത്ലി എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയത് നമുക്ക് ഡെയിലി എന്നുള്ളതാണ്. കാരണം നമ്മൾ ഡെയിലി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും. കാരണം നമ്മൾ ഈ ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജുകൾ ഇമെയിൽ അഡ്രസ്സിലോട്ടാണ് ബാക്കപ്പ് ആകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് രണ്ടാമത്തെ ഓപ്ഷൻസിൽ നമ്മളെ ഇമെയിൽ അഡ്രസ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഡെയിലി ബാക്കപ്പ് ചെയ്യുന്ന ഈ ഡെയിലി ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് തന്നെ ബാക്കപ്പ് ചെയ്യും ഓരോ ദിവസവും. കാരണം നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ എപ്പോഴാണോ ഇത് സെറ്റ് ചെയ്യുന്നത് ആ സമയം ഇത് സെറ്റ് ചെയ്ത് പൂർത്തിയായതിന് ശേഷം നിങ്ങൾ ഈ ഗ്രീൻ കളറുള്ള ബാക്കപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു തവണ നിങ്ങൾ പൂർണ്ണമായിട്ട് ബാക്കപ്പ് ചെയ്യുക. അതിനുശേഷം പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ആ സമയത്ത് ബാക്കപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കൽ നിർബന്ധമാണ്. കാരണം ഇമെയിൽ അഡ്രസ്സിലോട്ടാണ് ഇത് ബാക്കപ്പ് ആകുന്നത്. താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ബാക്കപ്പ് ഓവർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല സുഹൃത്തുക്കളും പറയും, ഞാൻ ഇമെയിൽ അഡ്രസ്സ് എല്ലാം കൊടുത്ത് എൻ്റെ വാട്സപ്പ് ചാറ്റുകൾ ബാക്കപ്പ് ആകുന്നില്ല എന്നുള്ളത് പറയാറുണ്ട്. ഇവിടെ ബാക്കപ്പ് ഓവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ആളുകൾ ഇവിടെ വൈഫൈ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അവർ മൊബൈൽ ഫോണിലെ ഡാറ്റ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വൈഫൈ വരുന്ന സമയത്ത് മാത്രമേ ബാക്കപ്പ് ആവുകയുള്ളൂ. ഇവിടെ രണ്ടാമതായിട്ട് വൈഫൈ ഓർ സെല്ലുലർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകൾ ബാക്കപ്പ് ആകുന്നതായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഡാറ്റയിൽ. ഏറ്റവും അവസാന ഭാഗത്ത് ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന, നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജുകൾ അതിൻ്റെ വീഡിയോ അടക്കം നമുക്ക് ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ നമ്മൾ ഇത്തരത്തിൽ ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജുകൾ എങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ളതും ബാക്കപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ അവസാനം എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് വെക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ പൂർണ്ണമായി കാണാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ, ആ ഗ്രീൻ കളറുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് ബാക്കപ്പ് ഓപ്ഷൻ. സിമ്പിളായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇനി ഇതെങ്ങനെ നമുക്ക് സെക്യൂർ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മറ്റുള്ളവർ കാണാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് 2 മാർഗ്ഗങ്ങളാണ് പ്രധാനമായിട്ട് സ്വീകരിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചാറ്റ് ബാക്കപ്പുകൾ ഡിലീറ്റ് ചെയ്ത് കളയാതെ സൂക്ഷിച്ചു വെക്കുക വേണം. നമുക്ക് നമ്മുടെ ചാറ്റുകൾ തന്നെ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുകയും വേണം. എന്നാലൊട്ട് മറ്റുള്ള ആളുകൾ അത് തിരിച്ച് ആ ബാക്കപ്പ് മെസ്സേജുകൾ എടുക്കുകയും ചെയ്യരുത്. ഇതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ വാട്സപ്പിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്.
ഇവിടെ കാണാൻ സാധിക്കും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നേരത്തെ ഈ വാട്സപ്പ് ബാക്കപ്പ് ചാറ്റുകൾക്ക് ഒരിക്കലും എൻക്രിപ്റ്റഡ് ഇല്ലായിരുന്നു, അതായത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ വാട്സപ്പ് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പ് ബാക്കപ്പ് ചാറ്റുകളൊക്കെ, ബാക്കപ്പ് ചെയ്തു വെക്കുന്ന ചാറ്റുകളൊക്കെ നമുക്ക് സെക്യൂർ ചെയ്യാൻ സാധിക്കും. ആ ഒരു സൗകര്യം വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഓഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഈ എൻഡ് ടു എൻക്രിപ്റ്റഡ് എന്നുള്ള കാണുന്ന ഭാഗം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ ഈ ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരും. ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ ഈ ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജുകൾ മറ്റുള്ളവർ നമ്മളറിയാതെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ നമ്മുടെ ചാറ്റ് ബാക്കപ്പുകൾ തിരിച്ചെടുക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു പാസ്വേഡ് നൽകണം. ഇവിടെ 2 മെത്തേഡിലൂടെ പാസ്വേഡ് നൽകാൻ സാധിക്കും. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ളതിൽ നിങ്ങൾക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും മുകളിലുള്ള ക്രിയേറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കങ്ങളോ കൊടുക്കുന്നതിന് കൂടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏതെങ്കിലും ഒരു അക്ഷരം അവസാനത്തിലോ ആദ്യത്തിലോ മധ്യഭാഗത്തോ എവിടെയെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തണം. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഞാനിവിടെ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആ ഒരു പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അല്പം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കപ്പ് ചാറ്റുകളെല്ലാം ഇതുപോലെ ബാക്കപ്പ് ആകും. അതായത് നമ്മൾ നേരത്തെ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യും. അതായത് നമ്മളുടെ ഇതുവരെ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകളൊക്കെ ഒന്ന് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി, എൻക്രിപ്റ്റഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടൊരു ബാക്കപ്പ് നടക്കും. അതുവരെ വെയിറ്റ് ചെയ്യണം. ഈ ബാക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിന് കാണാൻ സാധിക്കും. ഞാൻ ഡെയിലി ബാക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ബാക്കപ്പ് നടക്കും. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സമയമെടുക്കും. കാരണം നിങ്ങളുടെ ചാറ്റ് മെസ്സേജുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകൾ പൂർണ്ണമായിട്ട് ബാക്കപ്പ് ചെയ്യാൻ അത്യാവശ്യം സമയമെടുക്കും. മൊബൈൽ ഡാറ്റ വേണം. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം ഓർക്കും. അപ്പം എൻ്റെ കാണാൻ സാധിക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ബാക്കപ്പ് നടന്നുകൊണ്ടിരിക്കും. ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ എൻഡ് ടു എൻക്രിപ്റ്റഡ് എന്നുള്ള ഗ്രീൻ കളറിൽ ഒരു ലോക്ക് ചിഹ്നം കാണാൻ സാധിക്കും. നിങ്ങൾ നൽകിയിരിക്കുന്ന പാസ്വേഡ് ഇനി കിട്ടിയാലേ ആർക്കും നിങ്ങളുടെ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകൾ റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് നമ്മൾ ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം. ഇപ്പോൾ നമ്മളത് ലോക്കിട്ട് സൂക്ഷിക്കുന്നതാണ്. മറ്റുള്ളവർ നമ്മുടെ ബാക്കപ്പ് ചാറ്റുകൾ റീസ്റ്റോർ ചെയ്തെടുക്കുന്നത് നമുക്ക് തടയാനുള്ള ഒരു മാർഗ്ഗമാണ്. രണ്ടാമത്തെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ബാക്കപ്പ് ചാറ്റുകൾ തിരിച്ചെടുക്കാനാകാതെ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളത്. അതാണ് നമ്മൾ രണ്ടാമതായി പരിശോധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും എല്ലാ മൊബൈൽ ഫോണിലും. ഇപ്പം ഇറങ്ങുന്നതും അതായത് ഓൾറെഡി എല്ലാവരുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഗൂഗിൾ ഡ്രൈവ്. ഇനി ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ഡ്രൈവ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ വലത് ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും. ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൻ്റെ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിക്കുന്ന ആളുകൾ ആ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങളുടെ ഇമെയിൽ ഏതാണ്, നിങ്ങൾ വാട്സപ്പിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ കൊടുത്ത ഇമെയിൽ ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ശേഷം ഗൂഗിൾ ഡ്രൈവിൻ്റെ ഇടത് ഭാഗത്തുള്ള ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഇവിടെ ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വാട്സപ്പിൽ നിന്ന് ബാക്കപ്പ് ചെയ്തു. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് നിങ്ങൾ എവിടെയെല്ലാം ബാക്കപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്കാണ് ബാക്കപ്പ് ആകുന്നത്. നമ്മുടെ വാട്സപ്പ് നമ്പറും വാട്സപ്പും നമ്മൾ അവസാനമായി ബാക്കപ്പ് ചെയ്ത ദിവസങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ വലതുഭാഗത്ത് നിങ്ങളുടെ ഏത് നമ്പറിലുള്ള ബാക്കപ്പ് ആണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു നമ്പറിൽ മാത്രമാണ് വാട്സപ്പ് ഉള്ളതെങ്കിൽ ആ ഒരു നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. അതിന് അവസാനം കാണുന്ന ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടേൺ ഓഫ് ബാക്കപ്പ് എന്നുള്ളതും ഡിലീറ്റ് ബാക്കപ്പ് എന്നുള്ള 2 ഓപ്ഷനുണ്ട്. ഇവിടെ ഡിലീറ്റ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന ഒരു പോപ്പപ്പിൽ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യത്തിൽ ടേൺ ഓഫ് ബാക്കപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിലീറ്റ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജുകളൊന്നും റീസ്റ്റോർ ചെയ്തെടുക്കാൻ ആർക്കും സാധിക്കില്ല, നിങ്ങൾക്കും സാധിക്കില്ല, അത് മറ്റാരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവർക്കും സാധിക്കില്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് ലോക്കിട്ട് സൂക്ഷിക്കുന്നതാണ്. ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് തിരിച്ചെടുക്കാനൊക്കെ സാധിക്കും, നമുക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഡിലീറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.